ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര വന്ന് വക്കീലിൻ്റെ മുന്നിലിരുന്ന് ശ്രുതിയുടെ കുറ്റങ്ങളങ്ങ് പറയുവാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാശ് വാങ്ങി, അതുപോലെ ഷോറൂം തുടങ്ങിയ കാര്യം, പിന്നെ അത് അവളുടെ വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്താണെന്ന് പറഞ്ഞ കാര്യം, പിന്നെ വീട്ടുകാരെ ചതിച്ച കാര്യം, അങ്ങനെ എല്ലാം പറയുക. ഓരോ സ്ഫോടനം എന്നുള്ള രീതിയിലാണ് ഈ ചന്ദ്ര ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അവൾ കോടീശ്വരിയാണെന്നും പറഞ്ഞ് ജീവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലായതെന്ന കാര്യമൊക്കെ പറയാം. അവൾ കോടീശ്വരി ഒന്നും അല്ല, വെറും ദരിദ്രവാസിയാണെന്നൊക്കെ ചന്ദ്ര വക്കീലിനോട് പറയാട്ടോ. ഇവിടുത്തെ ഏതോ ഒരു ഇറച്ചിവെട്ടുകാരനെ മലേഷ്യയിലെ ഇളയച്ചനാണെന്നും പറഞ്ഞ് വേഷം കെട്ടിച്ച് അവൾ നാടകം കളിച്ചിരുന്നുവെന്ന് ചന്ദ്ര പറയുക. ഒടുക്കം എൻ്റെ മറ്റൊരു മകൻ അവൻ്റെ ഭാര്യയും കൂട്ടി അവനെ കയ്യോടെ പിടിച്ച് നാടകം അങ്ങ് പൊളിച്ചു. അതോടെ അവളെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. ഓ, രണ്ടാമതും പുറത്താക്കി. ആ അതെ, മുമ്പത്തെ പോലെ ക്ഷമിച്ച് ഞാൻ ഇനി അവളെ വീട്ടിൽ കയറ്റത്തില്ല സാർ. എൻ്റെ മോൻ ഇനി അവളെ വേണ്ട എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാട്ടോ. മോനെ കൊണ്ട് ഒറിജിനൽ പണക്കാരിയായ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല താഴ്മയുള്ളൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാനാ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് ചന്ദ്ര പറയുവാണ്. അതിനു മുന്നേ ആ പെരുങ്കള്ളി ഡിവോഴ്സ് ചെയ്യണമല്ലോ, അതിനാണ് ഞാൻ സാറിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ മകൻ അവൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെയല്ലേ എൻ്റെ സാറേ പ്രശ്നം. അവൻ അങ്ങനെ ഒരു ഉറച്ച നിലപാടൊന്നും ഇല്ലെന്നേ. ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവനതനുസരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് പറഞ്ഞു. എന്തായാലും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല സാർ. അവൾ വേറെയും എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ നല്ലവളേ അല്ല. അവൾ കൂടെ നിൽക്കുന്നതേ എൻ്റെ മോൻ്റെ ജീവന് പോലും ആപത്താണെന്ന കാര്യമൊക്കെ ചന്ദ്ര പറയാം. അപ്പം നിങ്ങളുടെ മകനാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങളെ അമ്മയല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കും കുടുംബക്കാർക്കും ഒക്കെ അഭിപ്രായം പറയാം, പക്ഷേ മോൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ നോട്ടീസ് അയക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മയായ എനിക്ക് ഒരു വിലയില്ലേ? വിലയൊക്കെ ഉണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, എടുത്തു ചാടി ഡിവോഴ്സിലേക്കൊക്കെ പോകണോ? വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. നിങ്ങളുടെ മകൻ്റെ ഭാര്യയുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പം, അതെ ഞാൻ വന്നതേ അവരെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനാ, ആ സാറിപ്പോൾ അവരെ കൂട്ടി യോജിപ്പിക്കാൻ നോക്കുവാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര അദ്ദേഹത്തോട് ചൂടാവുന്നു. ഇനി സംസാരമൊന്നുമില്ല സാറേ, അവൾ ഡിവോഴ്സ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞപ്പം, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം മകനെ കൊണ്ട് സമ്മതിപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ ശ്രമിക്കാം സാറേ എന്ന് പറഞ്ഞു. ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാട്ടോ. ഫീസ് ഇപ്പോൾ വേണോ അതോ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് മതിയോ എന്ന് ചോദിച്ചപ്പം അയച്ചിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ചന്ദ്ര പോണു. ഇത് കഴിഞ്ഞ് പിന്നെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പിന്നിൽ വന്ന് രേവതിയെ കെട്ടിപ്പിടിച്ചു. ഇതെന്നെ സച്ചിയായിട്ട് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു രേവതി ദേഷ്യപ്പെടും. അപ്പോഴത്തേക്കും സച്ചിയാണ് രേവതിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, വീട് സച്ചിയായിട്ട് ഇത് എന്നാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ഓട്ടമായി രണ്ടുപേരും കൂടെ കുറച്ച് നേരം വീട്ടിലിങ്ങനെ ഒരു റൊമാൻസ് സീനൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഉമ്മറത്ത് പോയി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സച്ചി രേവതി ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് എന്താ രേവതി നീ ഇങ്ങനെ കാണിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതിയെ സച്ചിയോട് ഇങ്ങനെ വഴക്ക് പറഞ്ഞ് വീട്ടിൽ സച്ചിയായിട്ട് ആരെങ്കിലും കാണും, മിണ്ടാതിരിക്കും സച്ചിയായിട്ട് ആരെങ്കിലും കാണും, അപ്പോൾ ആരെങ്കിലും കേൾക്കും, ആരെങ്കിലും കാണും, എന്തിനാ നീ ഇങ്ങനെ ഭയക്കുന്നതെന്ന് സച്ചി ചോദിച്ചു. സച്ചിയേട്ടന് ചായ വേണോ? എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുക. എങ്കിൽ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് രേവതി. അപ്പോൾ വിഷയം മാറ്റി നീ പോയേ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പോയ സച്ചി തിരിച്ചു വന്നിട്ട്, പിന്നെ ഇന്ന് ടൗണിൽ വെച്ച് ഞാൻ ദേവുവിനെ കണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പം ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു, സച്ചിയേട്ടനെ കണ്ട കാര്യം അവളെന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നീ വീട്ടിൽ പോയെന്നോ? എന്നിട്ട് എന്നോടൊന്ന് പറയാമായിരുന്നിരുന്നാ ഞാനും കൂടെ വരുമായിരുന്നല്ലോ എന്ന് സച്ചി പറയുമ്പം, ഞാൻ പെട്ടെന്ന് പോയതാ സച്ചിയേട്ടാ, ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ, എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അതെ, അതൊക്കെ കിടക്കാൻ നേരത്തെ ഞാൻ പറയാം, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, പറഞ്ഞിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നിർബന്ധിച്ച് രേവതിയെ പിടിച്ച് നിർത്തുക. ആ സമയത്ത് രേവതി സച്ചിയോട് നമ്മുടെ ദേവുവിൻ്റെ പ്രണയത്തെ പറ്റി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര ദേഷ്യം. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, അവനേതാന്ന് പറ. എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് ഓരോന്ന് പറയുമ്പോൾ സച്ചി അതിനെല്ലാം ഇടത്തൂടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സച്ചിയേട്ടന് എന്തൊക്കെ ഇങ്ങനെ ഇപ്പോഴും സച്ചിയേട്ടന് ഒരു മാറ്റവും ഇല്ലല്ലേ? കല്യാണത്തിന് മുൻപ് സച്ചിയേട്ടന് പ്രണയത്തിനോട് വിരോധമായിരുന്നു, കല്യാണ ശേഷമെങ്കിലും അത് മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊട്ടും മാറിയിട്ടില്ലല്ലേ? അപ്പോൾ എനിക്കിഷ്ടമല്ല അതൊന്നും. നാളെ ഇത്രയും കാലം പോറ്റി വളർത്തിയവരെ മറന്ന് അവരെയും കരയിപ്പിച്ച് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ അവൾ ഓടിച്ചോടി പോകും. നിൻ്റെ അമ്മയുടെ സങ്കടം കാണാനൊന്നും എനിക്ക് വയ്യ. ഇതിനൊരു അവസാനം വേണമെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് സച്ചേട്ടാ, പ്രണയിക്കുന്നത് ഒരു കുറ്റമാണോ? നിനക്കല്ലായിരിക്കും. പ്രണയിച്ച് നടന്ന്
വർഷേനും ശ്രീകാന്തിനെ പിടിച്ച് കെട്ടിച്ചവളല്ലേ നീ എന്ന് സച്ചി ചോദിക്കുന്നത്. സച്ചേട്ടാ, ആ കല്യാണം നടത്തി കൊടുത്തത് ഞാനല്ല എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് രേവതി പറയാം. അശോകൻ അങ്ങളിൻ്റെയും മകളുടെയും ഫെബിൻ്റെയും കല്യാണം നടത്തി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞ് സച്ചി നിൽക്കുക. ഒളിച്ചോടിപ്പോയി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ തിരികെ എത്തിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെ നിങ്ങൾ കല്യാണം നടത്തി കൊടുത്തില്ലേന്ന് ചോദിച്ചു. അതിന് കാരണക്കാരൻ സച്ചിയുടെ തന്നെയല്ലേന്നും രേവതി ചോദിക്കുക. അന്ന് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരോടൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അതൊക്കെ എന്താ ഇപ്പം മറന്നുപോയോ? അത് പിന്നെ അശോകനങ്ങൾ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ കരഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെയൊക്കെയല്ലേ അന്ന് സച്ചേട്ടൻ അവരോട് പറഞ്ഞത് അല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പ്രണയിക്കുന്നത് കുറ്റമല്ല, തെറ്റല്ല എന്നൊക്കെ സച്ചേട്ടൻ തന്നെയല്ലേ അന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത്? അതും ഞാൻ പറഞ്ഞതാ. പിന്നെ ഇപ്പം എന്താ ഇപ്പം ഇങ്ങനെ മാറ്റി പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് രേവതി ചോദിക്കുമ്പോൾ മാളുവിന് ചതി പറ്റില്ലെന്ന് എനിക്കറിയാം. ഫെബിനെ നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ദേവു അങ്ങനെയാണോ? അവൾ ചതിക്കപ്പെട്ടാലോ? പിന്നെ അവളുടെ പ്രണയം ചിലപ്പോൾ സത്യസന്ധമായിരിക്കാം, പക്ഷെ അവൻ്റേത് അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്ക് വിഷമം. അവൾ കുഴിയിൽ വീഴരുത്, ഞാൻ ദേവുവിൻ്റെ ഏട്ടനല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുക. എനിക്ക് നോക്കണ്ടേ, അവൾ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഉള്ളൊരാഗ്രഹം എനിക്കുണ്ടാവില്ലെന്ന് ചോദിക്കുമ്പം സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേവുവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ദേവു അങ്ങനെ കുഴിയിൽ വീഴുന്ന ഒരാളൊന്നും അല്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നും അങ്ങനെ മറ്റുള്ളവർക്ക് വലവീശി പിടിക്കാൻ പറ്റിയ പെൺകുട്ടിയൊന്നും അല്ല ദേവു എന്നും രേവതി പറയാട്ടോ. സച്ചിക്ക് ഒന്നും അങ്ങോട്ട് പിടിച്ചതുമില്ല. ദേവു വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിതെന്നുള്ള കാര്യം രേവതി പറഞ്ഞു. അവൾ കണ്ടെത്തിയ ചെറുക്കൻ നല്ലവനാണെന്നും രേവതി സച്ചിയോട് പറയുക. അവനും അവൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ അമ്മയ്ക്കും ദേവുവിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയോട് വിവരങ്ങളെല്ലാം പറയാം. അപ്പോൾ കുറേ കാലമായോ അത് തുടങ്ങിയിട്ട്? ഇനിയിപ്പോൾ എന്തും ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞാലും നടത്താനുള്ള നടത്തില്ലേ. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കണം, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അവസാനം കരയേണ്ടി വരരുതെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയണു. അപ്പോൾ രേവതിക്ക് അത് കേട്ടപ്പോൾ ഒരു വിഷമം. എന്തായാലും അവളുടെ മനസ്സിൽ അവനുള്ളപ്പോൾ മറ്റൊരാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവൻ എവിടെയുള്ളവനാണെന്ന് ആദ്യം പറ. ഒന്നും അന്വേഷിക്കാതെ കല്യാണം നടത്താനും പറ്റത്തില്ലല്ലോ. ഞാൻ മഹേഷിനെയും കൂട്ടി ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പം സച്ചേട്ടാ, അവൻ ആരാണ്, എവിടെയാണ്, എന്താ അവൻ്റെ പേര്, എന്താ ജോലി, ഇതൊന്നും അവളെന്നോട് പറഞ്ഞിട്ടില്ല എന്ന് രേവതി സച്ചിയോട് പറയുമ്പോൾ ഫസ്റ്റ് കല്യാണം നിശ്ചയത്തോടെ അടുക്കുമ്പോൾ പറയാമെന്ന് അവൾ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം രേവതി പറയണം. ധൃതി വെക്കണ്ടെന്നേ, അപ്പോൾ നമുക്ക് ചെന്ന് അന്വേഷിക്കാമെന്ന് ഞാൻ അവളോട് മതി നിർത്തിക്കോ, ഇനി നീ സംസാരിക്കണ്ട, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, ഞാനിതിലൊന്നിനും ഇടപെടാൻ വരുന്നില്ല. എന്തായാലും ദേവിൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തണം, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ചു കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്താണ് സച്ചേട്ടൻ, അവൾക്ക് അച്ഛനാണ് സച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ. അപ്പോൾ നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞാനല്ലേ ഉള്ളത് നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് അവരങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രുതിമോള് കഴുത്തേൽ കുരുക്കിയിട്ട് കയറി ഇങ്ങനെ നിൽക്കുക. ഈ ഒരു അവസ്ഥ അത് കണ്ടോണ്ട് ചാടി എഴുന്നേറ്റ് നമ്മുടെ ഭാമ. പിന്നെ ഭാമയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഈശ്വര, വെള്ളം അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമോ? അവൾ ഈ വീട്ടിൽ വന്ന് കെട്ടി തൂങ്ങുമോ? എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര, എനിക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? അവളിവിടെ എങ്ങാനും തൂങ്ങിച്ചത്തിട്ടുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ കിടക്കും? അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കണം. അപ്പോൾ ശ്രുതി ഫോൺ എടുത്തിട്ട് ആൻറ്റി എന്താ ഈ സമയത്ത് വിളിക്കണേന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ഹലോ, എന്താ ആൻറ്റി എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ശ്രുതി ചോദിക്കുമ്പം ചന്ദ്രയ്ക്ക് ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് ചന്ദ്രയ്ക്ക് സുധിയെ കൊണ്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യിക്കാനാ പ്ലാൻ എന്നുള്ള കാര്യം ഭാമ പറഞ്ഞു. ഇതെന്താ ആൻറ്റി, അത് ആൻറ്റി പറഞ്ഞാൽ പോരല്ലോ, ശ്രുതി കൊണ്ട് തീരുമാനിക്കണ്ടേ എന്ന് ശ്രുതി ചോദിക്കണം. ശ്രുതി ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല മോളെ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. അവൻ്റെ അമ്മ പറഞ്ഞാൽ അവൻ അത് അനുസരിക്കും എന്നുള്ള ഓരോ ഉറപ്പാണ്. ശ്രുതി ആൻറ്റിയുടെ കൂടെ അഡ്വക്കേറ്റിനെ കാണാൻ പോയോ? അപ്പോൾ അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവൾ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായും കൂടെ പോവുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം പറയാം. നിനക്ക് അറിഞ്ഞൂടെ, അവൻ്റെ അമ്മയാണ് എല്ലാം. അവൾ കഴിഞ്ഞിട്ടേ അവന് വേറെ എന്തോ ഉള്ളൂ, അത് നിനക്കറിയില്ലേന്ന് ചോദിച്ചു. നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കാനും പറഞ്ഞു. പിന്തിരിഞ്ഞില്ലെങ്കിലേ നീ കടുങ്കൈ ഒന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഭാമ ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരിയേ എന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. പിന്നെ ശ്രുതിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റും? ശ്രുതി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നാളെ ഷോറൂമിൽ ചെന്ന് ശ്രുതിയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. പിറ്റേ ദിവസം നമ്മുടെ ശ്രുതി അവിടെ ഷോറൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും കലി കയറി ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുക. ശ്രുതി, എനിക്കൊരു കാര്യം അറിയണമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം അറിയണം, നീ പോകാൻ പറഞ്ഞു ശ്രുതിയോട്. ശ്രുതിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ നീക്കം എന്ന് ശ്രുതി ചോദിക്കുമ്പം എന്ത് നീക്കം?
അതെ, അഭിനയമൊക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഒന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയൊന്ന് ശ്രുതി ചോദിക്കുമ്പം, ശ്രുതി നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം ഏതായാലും എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നീ പോയേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം ശ്രുതിയുടെ അമ്മ പറഞ്ഞ ശ്രുതി എന്തും കേൾക്കുമല്ലേ എന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതി എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഡിവോഴ്സ് ചെയ്യാനോ? അപ്പോൾ വേണ്ട ശ്രുതി വേണ്ട, ഒത്തിരി എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കരുതേ. ശ്രുതി ഇത്ര വരെ പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോയും കരുതിയില്ല എന്നും ശ്രുതിക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാണ് ഞാൻ, ശ്രുതിക്ക് മനസാക്ഷിയില്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കാം. ഇത്തിരി പോലും സ്നേഹമില്ലേ എന്നോട്? ശ്രുതി ഇതൊന്നും അറിഞ്ഞതുപോലും അല്ലല്ലോ, അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എങ്ങനെ തോന്നി ശ്രുതിക്ക് എന്നോട് ചെയ്യാൻ? അപ്പോൾ എൻ്റെ ശ്രുതി നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രുതി ചോദിച്ചു. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, അതെന്തിനാ ശ്രുതി അറിയുന്നതെന്ന് ശ്രുതി അന്നേരം പറയുക. അന്നേരം ശ്രുതി എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് കരുതി ഞാൻ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. പിന്നെ നാളെ ഇനി അങ്ങനെ ആകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. ഓഹോ, ഇപ്പം എന്തായാലും എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ അമ്മയും മോനും അഡ്വക്കേറ്റിനെ കണ്ടത്? അഡ്വക്കേറ്റിനെ കണ്ടെന്നോ? ഞാനോ? ശ്രുതി ഞങ്ങൾ ആരെയും പോയി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നിന്നോട് ആര് കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതിക്ക് ഇത് അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാം, സച്ചിയും രേവതിയാണോ നിന്നോട് ഇത് പറഞ്ഞത്? അന്നേരം അല്ല എന്ന് പറഞ്ഞു. ശ്രുതിയും ശ്രുതിയുടെ അമ്മയും എന്ത് നീക്കം നടത്തിയാലും അത് ഞാൻ അറിയുമെന്നും ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയാം. ശ്രുതി അഡ്വക്കേറ്റിനെ കണ്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണോ? അപ്പോൾ അതെ, എങ്കിലേ ശ്രുതിയുടെ അമ്മ പോയി കണ്ടു കാണുമെന്ന് ശ്രുതി അന്നേരം പറയാം. ശ്രുതിക്ക് വേണ്ടി അത് നടന്നിട്ടുണ്ട്, സത്യം അത്. എന്നെ ഡിവോഴ്സ് ചെയ്ത് പണക്കാരിയായ ഒരു പെണ്ണിനെ ശ്രുതിയെ കൊണ്ട് കെട്ടിക്കാമെന്നാണ് ശ്രുതിയുടെ അമ്മ കരുതി വെച്ചിരിക്കുന്നതെന്ന കാര്യവും പറഞ്ഞ്, അമ്മ പറഞ്ഞ എന്തും കേൾക്കുന്ന മോനാണല്ലോ നീ, അതിനും സമ്മതിക്കുന്ന അമ്മയുടെ വിശ്വാസം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയണു. അല്ല ശ്രുതി സമ്മതിക്കോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ വിരൽ പിടിച്ച് നിൽക്കുക. ശ്രുതിയുടെ അമ്മ പറയുന്നത് കേട്ട് എന്നെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ഭയങ്കര കലിപ്പിൽ നിൽക്കുക ശ്രുതി. അങ്ങനെ എങ്ങാനും ഒരു തീരുമാനം എടുത്താൽ ഈ ഭൂമുഖത്ത് നമ്മൾ രണ്ടുപേരും പിന്നെ കാണില്ല. ശ്രുതിയാ പറയുന്നേ, ശ്രുതി മറ്റൊരു പെണ്ണിൻ്റേതാകുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല എന്നും ശ്രുതിയോട് പറയണം. പേടിച്ച് നിൽക്കുക. ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നും ശ്രുതി പറയാട്ടോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിയെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് ശ്രുതി പോകുമ്പോൾ ഞാൻ ശ്രുതിയുടെ കൂടെ വരുമെന്നും എന്നും പറഞ്ഞ് ശ്രുതി പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ശ്രുതിയെ കൊല്ലുമെന്ന് തന്നെ ശ്രുതി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോണു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുക. അപ്പോൾ ശ്രുതി അവിടെ നിന്നേന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചെല്ലുന്നു. അവിടെ നിന്ന് ശ്രുതിയുടെ പാട് നോക്കി പോയി. ശ്രുതി ഇങ്ങനെ ആകവല്ലാതെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ നമ്മുടെ രവിയേട്ടൻ ഇരുന്ന് കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി ഇരിപ്പുണ്ട്. എന്താ വെച്ചാൽ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കാലിന് ചെറിയ ഒരു വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പത്രം വായിക്കുന്നു. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഞാൻ തടവണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മേ എന്ന് പറഞ്ഞ ശ്രുതി ഒന്ന് മുറിയിലേക്ക് വന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു ശ്രുതി. അങ്ങനെ അമ്മയും മോനും കൂടെ പോകുമ്പോൾ അതാണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചാലെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ഒന്ന് ചന്ദ്ര അങ്ങനെ എന്ത് കാര്യം ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചു രവിയേട്ടൻ. ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ രഹസ്യങ്ങളൊന്നും പാടില്ല എന്ന്. എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം, അതല്ലേ ശരിക്കും വേണ്ടതെന്ന് അച്ഛൻ ചോദിക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ അയ്യോ ദയനീയമായിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അവർ രണ്ടുപേരും അങ്ങനെയാണല്ലോ അച്ഛാ, എല്ലാം രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് രഹസ്യമായിട്ട് അങ്ങ് ചെയ്യും. അവസാനം രഹസ്യം കണ്ടുപിടിക്കുമ്പോൾ മൂക്ക് ചീറ്റിലായി, കരച്ചിലായി, പിഴിച്ചിലായി, എന്നിട്ട് അച്ഛൻ്റെ കാല് വന്ന് പിടിക്കലായി എന്നൊക്കെ സച്ചി. എടാ നിങ്ങളൊക്കെ നല്ലവരാണല്ലോ, നിങ്ങളൊന്നും പിന്നെ രഹസ്യം ചെയ്യാത്ത ആൾക്കാരാണല്ലോ എന്ന് ചന്ദ്ര പറയുമ്പം അത് ഇല്ല, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. എടാ നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്, നീ ചോദിക്കാൻ പറഞ്ഞു. അത് പിന്നെ അമ്മ അഡ്വക്കേറ്റിനെ കാണാൻ പോയായിരുന്നോ എന്ന് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുക. എല്ലാവരുടെയും കേൾക്കുക. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അഡ്വക്കേറ്റിനെ കാണാൻ പോയെന്നോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ അമ്മ ഒന്നും മിണ്ടാത്തതെന്ന് ശ്രുതി ചോദിച്ചു. അമ്മയുടെ ഭാവം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേടാ, അമ്മ കണ്ടിരുന്നു എന്നുള്ളത് സത്യമാടാ എന്ന് സച്ചി അന്നേരം പറയാം. ഓഹോ, അപ്പോൾ ശ്രുതി എന്നോട് പറഞ്ഞത് സത്യമായിരുന്നല്ലേ എന്ന് ശ്രുതി ചോദിച്ചു. അപ്പോൾ ശ്രുതി പറഞ്ഞെന്നോ? ആ കള്ളി നിന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അവളിന്ന് ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ശ്രുതി പറയുമ്പം, നീ എന്തിനാണ് അവളെ ഷോറൂമിൽ കയറ്റിയത്? അവൾ ഷോറൂമിൽ കാല് കുത്താൻ അനുവദിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് അമ്മ ചോദിക്കാം. ഞാൻ അറിയാതെ നീയും അവളും തമ്മിൽ കാണുന്നുണ്ടല്ലേ? എൻ്റെ പൊന്നമ്മ, ഞാൻ ആരും കാണാൻ പോയൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടല്ല അവൾ ഷോറൂമിലേക്ക് വന്നതും. അമ്മ വക്കീലിനെ കണ്ട കാര്യം അവളോട് ആരോ പറഞ്ഞിട്ടുണ്ട്, അത് ചോദിക്കാൻ അവൾ വന്നതെന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നാലും അവളോട് ആരോ അതൊക്കെ പറഞ്ഞു, അതൊന്നും എനിക്കറിയാൻ പാടില്ലമ്മേ. അപ്പോൾ ചന്ദ്ര നീ എന്തിനാ അഡ്വക്കേറ്റിനെ കണ്ടതെന്ന് രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുക. എന്തിനാ കണ്ടതെന്ന് ഊഹിക്കത്തില്ലേ അച്ഛാ, ഡിവോഴ്സ് തന്നെയാണ് വിഷയം എന്നുള്ള കാര്യം സച്ചി അവിടെ ഇരുന്ന് പറഞ്ഞു.
എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോഴത്തേക്ക് രേവതി ഒക്കെ ഞെട്ടിപ്പോയി. അപ്പം അച്ഛാ സന്തോഷിക്കാൻ വരട്ടെ, അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല. അച്ഛന് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ടല്ല അമ്മ അഡ്വക്കേറ്റിനെ കണ്ടത്. ദേ ഈ നിൽക്കുന്ന ഇവന് വേണ്ടിയിട്ടാ എന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് മനസ്സിലായടാ എന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും രവിയേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ചന്ദ്രേ ഒരു കാര്യം, എന്താ നിന്റെ മനസ്സിൽ? ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം? ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് ചോദിച്ചു. ഇവിടെ നടന്നതൊക്കെ നിങ്ങൾക്കും ഇവർക്കും ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കും എൻ്റെ മോനും വലിയ കാര്യമാണെന്ന് ചന്ദ്ര. അവളെ എൻ്റെ മോന് വേണ്ട അല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.